ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെപ്പോഴും പറയും ടീം UDF ആണ് ഞങ്ങളുടേത്. ടീം UDF ആണ് ഞങ്ങളുടേത്. ടീം UDF ഞങ്ങളുടേത്. ഇടതുമുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമില്ല. ഘടകകക്ഷികൾ തമ്മിൽ. CPIയും CPM തമ്മിൽ നല്ല ബന്ധമാണ്. എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് CPIക്കാർ വാദിക്കുക ഒപ്പിടരുതെന്ന്. ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി. അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് പറയുകയാണ്. എടോ ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കണത് എന്നെങ്കിലും പറയണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. CPI CPM ബന്ധം അതാണ്. കേരള കോൺഗ്രസിൻ്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ RJD ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. ടീം UDF അവിടെ ഉറച്ചു നിൽക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ് ഇല്ലേ, പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഐഷ പോറ്റി വന്നു, നിങ്ങളെ അറിയിച്ചില്ലേ? ഐഷ പോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങളുണ്ടാവും, പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയില്ല. ഒരാളെക്കുറിച്ച് ഒന്നും പറയില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ അറിയിക്കാതെ നടത്തില്ല ഒന്നും. അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സംഭവമായിട്ടോ ഏത് വ്യക്തിയായിട്ടോ എന്തു പറയും അതിനൊരു സമയമുണ്ട് നിങ്ങളോട് പറയാൻ. അത് നിങ്ങളോട് പറയേണ്ട ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും, തീർച്ചയായിട്ടും. അതൊക്കെ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുമോ? ഘടകകക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ച നേരെ വന്നിട്ട് അവർ ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, അത് എപ്പോൾ പറയുമെന്ന് വെച്ചാൽ ഘടകകക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയാക്കി ഓരോ കക്ഷികൾക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം, ഏതെല്ലാം സീറ്റുകളാണ് എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ചർച്ചയ്ക്കിടയിൽ നമ്മളതിൻ്റെ പറയുന്നതിൻ്റെ അകത്തൊരു ഇംപ്രപ്പറേറ്റി ഇല്ല, അനൗചിത്യമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അല്ല, അതിന് അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊക്കെ വല്ല പാർട്ടിക്കാരെ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു, 3.5 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയുകയാണ്. ഞങ്ങളെവിടെയാണ് വൈകിയത്? ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ, ഞങ്ങൾ സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചു, അവർ വേറെ അവസാനമായപ്പോൾ അവർ തീരുമാനിച്ച് സ്ഥലം ഏറ്റെടുത്തു. സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് 100 വീട് വയ്ക്കാനുള്ള സ്ഥലം തരുമെന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം. സർക്കാർ 1 കൊല്ലം എടുത്തുള്ളൂ, നമ്മൾ 4 മാസം എടുത്തുള്ളൂ. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത്, സിദ്ദിഖിനെ അധിക്ഷേപിക്കുന്നത്. സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലം എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം. സാധാരണ പോയി നമ്മൾ 5 സെൻറ്റോ 1 ഏക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളുണ്ടോ, ഗവൺമെൻറ്റിന് ക്ലെയിമുണ്ടോ, പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ, നിയമപരമായ പരിശോധനകൾ നടത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലമെടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണിത്. എന്തുകൊണ്ട് 1 കൊല്ലം എടുത്തെന്ന്. ഗവൺമെൻറ്റിന് 1 കൊല്ലം എടുക്കുക, കോൺഗ്രസ്സിന് 4 മാസം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ സ്ഥലവും നിർമ്മിക്കും. പിന്നെ 100 വീടിൻ്റെ പൈസ കർണാടക ഗവൺമെൻറ് കൊടുത്തല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങളുടെ കണക്കാണ്. 20 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് 20 പൈസ കൊടുത്തത്. 20 കോടി കൊടുത്തത്. അല്ലല്ല, അത് ഘട്ടം ഉണ്ടാവില്ല. പൈസ കൊടുത്തല്ലോ, അവിടെ അത്രയല്ലേ ആയുള്ളൂ. പൈസ കൊടുത്തല്ലോ. അവർ പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ലീഗിൻ്റെ ഇപ്പോൾ 50 വീട് പൂർത്തിയായല്ല, ഇപ്പോൾ 52 അല്ലേ, 52 വീട് പൂർത്തിയായി. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലേ? അപ്പോൾ എത്രയായി? ഞങ്ങളും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വ്യാപകമായ പ്രചരണത്തിന് സർക്കാർ 1642 കോടി രൂപ
മുണ്ടകൈ ചൂരൽമല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല, ഒരു റോഡ് പോലും അങ്ങോട്ട് പണിത് കൊടുക്കുന്നില്ല, ഒരു പാലം പോലും അവിടെ പണിയുന്നില്ല. മനസ്സിലായ? ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. മര്യാദക്കുള്ളൊരു ലിസ്റ്റ്, ഒരു 3 വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ദുരന്ത ബാധിതർ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്, ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. 4 മന്ത്രിമാരെ വെച്ച് അവർ വന്ന ആദ്യത്തെ ദിവസം കുറേ നാടകം പോയിട്ട് പിന്നെ കണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വരാറുണ്ടോ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? സർക്കാരിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എങ്ങനെ സർക്കാരിൻ്റെ തീർന്നിട്ടൊന്നുമില്ലല്ലോ. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെയും പണി തുടങ്ങും. പിന്നല്ല എങ്ങനെ വീട് ഇപ്പോൾ ഈ ഇതും കൂടി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഭൂമിയും കൂടി എന്തായാലും ഈ ഭൂമി മേടിക്കണം ഞങ്ങളുടെ ഓഫീസ് പണിയാനല്ലല്ലോ, വീട് വയ്ക്കാനാണല്ലോ. ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും, ഇമ്മീഡിയറ്റായിട്ട് ആരംഭിക്കും. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആരംഭിക്കും. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ, സർക്കാർ 1 കൊല്ലം എടുത്ത്. അത്രയും മനസ്സിലാക്കിയാൽ മതി.